മഴ തൂറ്റുന്നു. കഴിച്ചു നോക്കിയാണ് മക്കളെ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ വയറ്റിലോട്ടും കൊടുക്കാം. എടുത്ത് വെക്കുന്നതാണ് നല്ലത്. മഴ തൂറ്റുന്നു. നല്ല വരിക്കച്ചക്ക കിട്ടി. എവിടെ നിന്ന്? അപ്പുറത്തുനിന്ന്. നല്ല പഴുത്തത്. നല്ല മണം, മൂക്കിൽ തുളച്ച് കയറുന്നു. നമുക്കിത് ചക്ക അട ഉണ്ടാക്കാം. വരിക്കച്ചക്ക നമുക്ക് മുറിക്കാം. നല്ല മണം വരുന്നുണ്ട്. നല്ല വലിയ ചോള. ആഹാ, നല്ല വലിയ ചോള. ഒന്ന് കഴിച്ചു നോക്കിക്കുകയാണ് മക്കളെ. നല്ല മധുരമുണ്ട്. അടിപൊളി. നല്ല ചക്ക, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. മഴ പെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം ആകാശം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ ഇഷ്ടം പോലെ വരിക്കച്ചക്ക ഉണ്ടായിരുന്നു. പണ്ടുള്ളവരെല്ലാവരും എല്ലാം കഴിക്കുകയും ചെയ്യും. ഇപ്പോൾ ഉള്ള മക്കൾ ചക്ക കഴിക്കുകയില്ല. പിന്നെ വരിക്കച്ചക്ക നല്ലതാണെങ്കിൽ ഒരു അല്പത്തിൽ പോലും കഴിക്കും. ഇത്ര ചക്ക അട ഉണ്ടാക്കാൻ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് പോയി ഇല വെട്ടിയിട്ട് വരാം അല്ലേ? ഇനി വാ, വാഴയില വേണം മക്കളെ. അപ്പം നമുക്ക് പോയി വാഴയില എടുത്തിട്ട് വരാം. ഇത് മതിയല്ലേ? ഇത് മതിയല്ലേ? ഒന്നും കൂടെ വേണ്ടേ? വാ. തേങ്ങ കിട്ടി. ഇത് വയണമരമാണ്. മുറിച്ച് കളഞ്ഞായിരുന്നു. ഒരുപാട് മണ്ടയിലാണ് പോയത്, മുറിച്ച് കളഞ്ഞു. അപ്പം നമുക്കെന്തായാലും വാഴയില മതി. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോയാലോ? വാ മക്കളെ. വീഡിയോ കാണുന്ന എല്ലാ മക്കളുമാരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കാറ്റേ കാറ്റേ മിണ്ടല്ലേ, ഒന്ന് ആരോടും പോയി പറയരുതേ. നമുക്ക് ചക്കച്ചോളം അരിഞ്ഞെടുക്കാം. അട ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിഞ്ഞാണല്ലേ ചക്കച്ചോളം അതിൽ ചേർക്കാണത്? അരിഞ്ഞാണ് ചേർക്കേണ്ടത്. എല്ലാവരും അരച്ചൊക്കെ ആയിരിക്കും ചേർക്കുന്നത്. നമ്മളത് അരിഞ്ഞും ചേർക്കും.
ഇന്ന് അരിഞ്ഞാണ് ഉണ്ടാക്കുന്നത് ചക്ക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും അല്ലേ? നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ചക്ക കിട്ടുമെങ്കിൽ ഇങ്ങനെ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കൂ അല്ലേ? ആ, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി മക്കളെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ്. കൊള്ളാമല്ലോ. ഒന്ന് അടയ്ക്കും ഒന്ന് മോൾക്കുവാ. അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്, അതങ്ങനെയാണ്. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ തിന്നൊക്കെ ഇരിക്കാം. അട ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ വയറ്റിൽ മൊത്തം പോകുമല്ലോ. അതുകൊണ്ട് അടയ്ക്ക് തികയൂ ആവോ? ഉള്ളതൊക്കെ മതി കേട്ടാ. ഞാൻ തിന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മതി. മതിയോ? ശരിയാവൂല. എനിക്ക് അട ഉണ്ടാക്കണം. നിനക്കൊന്നേ തരുള്ളൂ ഞാൻ. ബാക്കി ഞാൻ അടിച്ചെടുത്തോളാം. അടിച്ചു മാറ്റൂ. ബാക്കി ഞാൻ അടുത്ത് കഴിച്ചോളാം. ഒന്ന് തന്നാ മതി. ഞാൻ കാണാതെ എടുക്കുള്ളൂ. ഞാൻ കണ്ട് ഞാൻ ഒന്നേ തരത്തുള്ളൂ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടി മക്കളൊന്ന് പാടിക്കോ. ഉമ്മ കേൾക്കുന്ന പല പാട്ട് കേൾക്കണം. കുക്ക് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ വയറ്റിലും പോകും. നമുക്ക് എളുപ്പത്തിൽ ജോലി കഴിയുകയും ചെയ്യും. കുറഞ്ഞ ചിലവിൽ അടയും ഉണ്ടാക്കാം. ഇങ്ങനെയല്ല. പാടം പൂത്ത കാലം പാടാൻ വന്നു നീ. പാടം പൂത്ത കാലം പാടാൻ വന്നു നീ. ബാക്കി പാടിക്കുമ്പോള് എനിക്കറിയില്ലേ. നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്നിവിടെയൊക്കെ മഴയൊന്നുമില്ല അല്ലേ? ഇന്ന് മഴയില്ല. നമുക്ക് ഇപ്പൊ 2 ദിവസം കൊണ്ടുകൂടെ മഴയില്ലല്ലോ. 2-3 ദിവസം കൊണ്ട് മഴയില്ല. അങ്ങോട്ട് വടക്കോട്ട് ഭയങ്കര മഴ. ഉരുൾപൊട്ടലും 5 വരെ അങ്ങോട്ടേക്ക് കാണാതായെന്ന് പറയുന്നു. മഴ പെയ്യുന്നതിന് കുഴപ്പമില്ല, ഇങ്ങനെ ഉരുൾപൊട്ടാതെ ഇരുന്നാൽ മതി. മഴ ഒരുപാട് പെയ്തു കഴിഞ്ഞാൽ പേടിയാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ വയറ്റിലോട്ടും കൊടുക്കാം. അപ്പം ഞാനും എന്താ നോക്കിയിരിക്കുന്നേ? എന്നിട്ടിപ്പോൾ ഉമ്മ ഒരു ചെറുത്, അതുപോലെ തന്നെ ഞാനും. വരിക്കൊച്ചൊക്കെ കണ്ടാൽ എനിക്ക് കൊതി വരും. ഒന്ന് വായിൽ വെക്കണം. അതുപോലെയാണ് ഞാൻ നേരത്തെ വായി വെച്ച. അപ്പം എന്താ പറഞ്ഞ് അടയ്ക്ക് തികയില്ല, വയറ്റിലേ തികയൂ. ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ തിരുവിയത്, 2 സ്പൂൺ നെയ്യ്, ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇളക്കി കൊടുക്കാം. ശർക്കര പാനിയാക്കിയത് ചക്കയ്ക്ക് ഇനിപ്പുള്ളത് കൊണ്ട് നമുക്ക് ആവശ്യത്തിന് വീത്താം. ശകലം ഉപ്പിട്ട് കൊടുക്കുക. മധുരം ബാലൻസ് ചെയ്യാനാണ്. ഇനി നമുക്ക് ഏലക്കായും ജീരകവും പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നമുക്കിനി ചക്ക ഇട്ട് കൊടുക്കാം. ചക്ക അധികം ഇട്ട് വേവിക്കണ്ട. ചക്ക ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കാം.
അടയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അട വയ്ക്കാം. 2.5 ഗ്ലാസ് ഇടിയപ്പത്തിൻ്റെ മാവ് എടുത്തു വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം വീത്തി ഇളക്കാം. വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. മാവ് കുഴച്ച് റെഡിയാക്കി വെച്ച് ഇനി ബോൾസുകളാക്കി ഇലയിൽ വെച്ച് പരത്താം. ഇങ്ങനെ എടുക്കാം, കഴിക്കാം. അടിപൊളി, കൊതിയൂറി. അടിപൊളി. അപ്പോൾ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കൂട്ട് വയ്ക്കാം. അപ്പോൾ എല്ലാത്തിലും ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മടക്കി വയ്ക്കാം. വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ഇതിൽ ആവിയേറ്റാൻ വെച്ച് കൊടുക്കാം. അപ്പോഴും നമ്മളുടെ ഇലയട റെഡിയായി. ആറിയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോഴും നമുക്ക് ടേസ്റ്റ് നോക്കാം മക്കളെ. ആഹാ, വായിൽ കൂടെ കപ്പൽ ഊർന്നു. നന്നായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മക്കളെ. ആ തേങ്ങയുടെയും ചക്കയുടെയും എല്ലാം കൂടെ നന്നായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല വരിക്കച്ചക്ക നല്ല ഇരിപ്പുള്ളത് എടുത്തിട്ട് വേണം ഇത് ചെയ്ത് നോക്കാൻ. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.